ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുരുടേശ്വർ ശിവക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുത ആ ദിവസം തന്നെയാണ് മുരുടേശ്വർക്ക് പോകാനും തീരുമാനിച്ചത്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ആദ്യം ഞങ്ങൾ പോയത് ഹോട്ടലിലേക്കാണ്. അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ മുരുടേശ്വർക്ക് യാത്ര തിരിച്ചത്. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ കാണാൻ. ആകെ പച്ചപ്പും മലയും കുന്നും ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ മുരുടേശ്വരിലെത്തിയിട്ടോ. ഇനി അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ എൻ്റെ കണ്ണ് ഈ വലിയ ഗോപുരത്തിൻ്റെ മുകളിലേക്കാണ് കേട്ടോ പോയത്. നല്ല ഭംഗിയുള്ള ഗോപുരം, അതിന് കാവലായിട്ട് 2 ഗജവീരന്മാരുടെ ശില്പവും അവിടെ ഉണ്ടായിരുന്നു. ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതിന് ഇവിടെ ലിഫ്റ്റിൻ്റെ സഹായമൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്താൽ മാത്രം മതി, നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഉത്തര കന്നഡയിലെ മുരുടേശ്വരത്താണ്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അറേബ്യൻ കടലിന് സമീപത്തുള്ള കന്തുകഗിരി എന്ന കുന്നിൻ മുകളിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുഖ്യ പ്രതിഷ്ഠയായിട്ട് ശിവൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുതിറങ്ങി. ഇനി നേരെ ശിവൻ്റെ സ്റ്റാച്ചു കാണാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവപ്രതിമ ഇവിടെയാണ് ഉള്ളത്. 123 അടി, അതായത് ഏകദേശം 37 മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത്രയും വലിയ ശിവരൂപത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ധാരാളം സ്റ്റെപ്പുകൾ കയറേണ്ടി വരും കേട്ടോ. ഞങ്ങളെല്ലാവരും കുറേ അധികം സ്റ്റെപ്പുകൾ കയറി എന്നിട്ടാണ് മുകളിലേക്ക് എത്തിയത്. 3 സൈഡും അറബിക്കടലാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രം ഉണ്ടാവാൻ ഒരു കഥയുണ്ട്. അമരത്വം നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹമുണ്ടായിരുന്നു. ദേവഗണങ്ങൾ ഇത് സാധ്യമാക്കിയത് ശൈവപ്രതീയമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ കഠിനമായ തപസ്സിലൂടെ ശിവനെ പ്രീതിപ്പെടുത്തുവാൻ രാവണന് സാധിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ആത്മലിംഗം ആവശ്യപ്പെട്ടു. അപ്രകാരം ആത്മലിംഗം രാവണനു വരദാനമായി നൽകിയപ്പോൾ അതു ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്തു വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകി. ഈ സംഭവം അറിഞ്ഞ നാരദമുനി അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാകുകയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു. സൂര്യാസ്തമയത്തോടനുബന്ധിച്ചിട്ടുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ എന്ന് മനസ്സിലാക്കി ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കുവാനൊരു ഉപായം കണ്ടെത്തി. ആത്മലിംഗം കൈകളിൽ വഹിച്ചു രാവണൻ ഗോകർണത്ത് എത്തിയപ്പോൾ മഹാവിഷ്ണു തൻ്റെ മായയാൽ സൂര്യനെ മറച്ച് അസ്തമയഛായ സൃഷ്ടിച്ചു. അസ്തമയ പൂജ നടത്തുവാൻ കഴിയാതെ വിഷണ്ണനായി നിൽക്കുന്ന രാവണൻ്റെ അടുത്തേക്ക് ഗണപതി ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ അവിടെ എത്തി. വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജ നടത്തി വരുന്നതുവരെ നിലത്തു വയ്ക്കാതെ കൈകളിൽ തന്നെ വഹിച്ചു കൊള്ളണമെന്ന അഭ്യർത്ഥനയോടെ ആത്മലിംഗം രാവണൻ കൈമാറി. എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ചു തിരികെ വരുന്നതിനു മുൻപേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു. അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തനായി പാഞ്ഞു തിരികെ എത്തിയ രാവണന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഗണപതി ആ ലിംഗം നിലത്തു വയ്ക്കുകയും ലിംഗം നിലത്ത് ഉറച്ചു പോകുകയും ചെയ്തു. കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു. രാവണൻ്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി മാറുകയും ഒരു ഭാഗം വന്നു വീണ സ്ഥലമാണത്രേ മുരുടേശ്വരം എന്നാണ് ഐതിഹ്യം. ശില്പത്തിനുള്ളിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ വന്നാൽ തന്നെ മുരുടേശ്വരൻ്റെ കഥ നമുക്ക് അറിയാൻ സാധിക്കും. മുരുടേശ്വരം ക്ഷേത്രത്തിനും ശിവപ്രതിമയ്ക്കും രാജഗോപുരത്തിനുമിടയിലായി ധാരാളം കാഴ്ചകളുണ്ട് ഇവിടെ കണ്ടു തീർക്കുവാൻ നമുക്ക്.